നമ്മൾ രണ്ടുപേരും കൂടി ഓട്ടോയിലിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ബ്ലോക്ക്. എവിടെ പോണേ? എവിടെ പോണേ? വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തി ഉള്ളിക്കറി. കുടയാത്രി പോണ ജീപ്പ് കണ്ടിട്ടുണ്ടോ നീ? യൂട്യൂബിൽ കണ്ട? അയ്യോ പത്തേന്ന് വിളിക്കൂലല്ലോ, ഉറപ്പാണല്ലേ? ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. എടി ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത് ഒരാൾക്ക് കിടക്കാൻ പറ്റൂല, വേറെ സീറ്റും ഇല്ല. ഒരാൾ ഇരുന്ന് പോകേണ്ടി വരും രാത്രി. എന്ത് ചെയ്യും? പിന്നെ തന്തയിരുന്നു പുളുങ്ങി. നിനക്കവിടെ കിടക്കും? എവിടെ താഴെ അച്ഛ കിടക്കല്ലേ? ഇവിടേക്ക് വേറെ ആള് വരും. നമ്മളെ സീറ്റൊന്നും അല്ല ഇത്. നീ തറ കിടങ്ങി കിടത്താ മതി. നിനക്ക് സീറ്റൊന്നും ഇല്ല ഇതില്. നീ മൈനറാണ്, മൈനർ. നമുക്ക് രണ്ടുപേർക്കും കിടക്കാൻ പറ്റില്ല. നീ കിടക്കണത് കണ്ട? നീ കിടക്കുന്ന സ്ഥലം കണ്ട? ഇത്രേ ഉള്ള സ്ഥലം. ഇവിടെ എങ്ങനെ രണ്ടുപേർക്ക് കിടക്കാൻ പറ്റും? നിനക്ക് നമുക്ക് കിടക്കണ്ടേ? ഞാൻ കാലെടുത്ത് എന്റെ തല കൂടി ഇട്ടിട്ട് കിടന്നാ മതിയാ? ദൈവങ്ങൾ എല്ലാം തോറ്റേ പോകും തന്തൈ അൻപിൻ മുന്നേ. വേറാവൽ എക്സ്പ്രസ്സിലാണ് പോണത്. 3:45 തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ എടുത്ത് ബൈൻഡൂർ വരെ പോകുന്നത്. മൂകാംബികയിൽ അളിയൻ്റെ വെച്ചിട്ട് എഴുത്തിനടുത്താണ്. അവരൊക്കെ എറണാകുളത്ത് നിന്ന് കയറും. അങ്ങനെ നമ്മൾ ബൈൻഡൂരിലെത്തി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ച് ആദ്യം മൂകാംബികയിലോട്ട് പോകണം. നല്ല മണമുണ്ട്. പിന്നെ എല്ലാവരും മല്ലേക്കരിലോട്ട് പോകുന്നുണ്ട്. വണ്ടി ഫുള്ള് കണ്ടിട്ടാണ്. അതിനിടയ്ക്കൂടെ മഴ. നല്ല മനോഹരമായ റോഡും പ്രകൃതിയും. പശുക്കളൊക്കെ തെക്ക് വടക്കണ വഴി കൂടി നടക്കുന്നത്. പക്ഷെ വണ്ടി ഒരുമാതിരി ചക്കട വണ്ടിയാണ്. 1200 രൂപയാണ് ഒരു വണ്ടിക്ക് വാങ്ങിച്ചത്. അത് മാത്രമല്ല റൂം ഫ്രഷ്നറും കൂടിയുണ്ട്. അണ്ണൻ്റെ വായിൽ നിന്ന് പാക്കിൻ്റെ മണം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാക്കും ചോദിച്ചുകൊണ്ടാണ് അണ്ണൻ പോണത്. മറ്റേ ഫാലിമി സിനിമയിലാണെങ്കിൽ 1 മണിക്കൂറോളം ഈ കാറിലിരിക്കണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഞാൻ ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോൾ എൻ്റെ ചെരുപ്പം പൊട്ടി. അവൾക്ക് ഛർദ്ദിക്കാനും വയ്യ. പിന്നെ അവിടെ ഇറങ്ങി ഫോട്ടോയും മറ്റുമൊക്കെ പിടിച്ചിട്ടൊക്കെ തിരിച്ച് വണ്ടി കയറിപ്പോയി. ഛർദ്ദിക്കാൻ പോകണ്ട, ഛർദ്ദിക്കല്ലേ? ഒന്നും മനസ്സിലാവില്ല. എന്നാ ശരി, റിലാക്സ് ചെയ്യേ. ഓക്കെ, താങ്ക് യു. അഭയപാണികൾ തേടി വന്നേ അവിടെ പ്ലാൻ മൊത്തം പൊളിഞ്ഞ് മുട്ട മഴ. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കാന്നുള്ള പരിപാടി. മൂകാംബികയിലോട്ട് പോകും. പുതിയൊരു ചെരുപ്പ് മാഞ്ചി. വെയിറ്റ് ടു ദർശനം. നമുക്കിവിടെ കയറേണ്ടി വരും. നല്ല രസമുണ്ട് കേട്ടോ. സീസൺ അല്ലാത്തതുകൊണ്ട് കൊള്ളാം. സീസൺ ആകുമ്പോൾ ഇവിടെയൊക്കെ മൊത്തം ക്യൂ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഹായ് മലയാളം. നമുക്ക് മുമ്പേ നേരത്തെ ഓടിക്കൊണ്ട് വന്നവരാണ്. നേരത്തെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ശിവലി യന്ത്രമായതുകൊണ്ട് ക്യൂവിൽ പിടിച്ചിട്ട്. വീഡിയോ ആണ് നല്ല പാസ്. കുഞ്ഞുണ്ണീര് എഴുത്തിനടുത്താണ്. ഇപ്പൊ 2:30 ഇനി കുടജാത്രി. ഹലോ ഗൈസ്, നമ്മൾ മറ്റേ കുടജാത്രിയിലോട്ട് പോകണം കേട്ടോ. നൈനൂനെയും കൂടി കൂട്ടി എന്തരാവോ എന്തരോ.
മീശപ്പുലിമലയിൽ മഞ്ഞ് വീണ് കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ ഫോക്കിലൊക്കെ ഇതുവരെ ആരും ഛർദ്ദിച്ചിട്ടില്ല. ഓവർ ഛർദ്ദിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരെണ്ണം ഉറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഇങ്ങനെയാണ്. നമുക്ക് ഈ വണ്ടിയിൽ 470 രൂപയാണ് പെർ ഹെഡ് കേട്ടോ. 470 രൂപ. അപ്പൊ നമ്മൾ 8 പേർക്ക് ആണ് വണ്ടിക്ക് പോകുന്നത്. 8 പേരില്ലെങ്കിൽ 8 പേരെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. 8 പേരെ നമ്മുടെ ഇരിക്കുന്നതാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും നമ്മൾ 6 പേരേ ഉള്ളൂ. 2 പേര് പക്കത്തൂടി വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ പിടിച്ചോണ്ട് എനിക്ക് എന്നെ കാണില്ല. എന്നെ വല്ലപ്പോഴേക്കും എന്നെ തലയൊന്നും കാണില്ലായിരുന്നു. എനിക്ക് മാറി ഇവരെ ഗ്യാസി കളത്തി ഞാൻ തന്നെ ആദ്യം വാള് വെച്ചു എനിക്ക് പോകാം. ഈ സപ്പം ഒന്നാലും വരും. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാണ്. ഞാനിത് ഫുള്ള് വീഡിയോ എടുത്തേ. ഇടയ്ക്ക് ചായ കുടിക്കാനുള്ള ഒരു സ്ഥലം കിട്ടി കേട്ടാ. കണ്ണാപ്പഞ്ചി LKG പഠിക്കുന്ന പിള്ളേരെ പോലെ മറ്റേ ഇത് വിട്ടോണ്ടിരിക്കുകയാണ്. ബസ്സിലേക്കുള്ള മറ്റേ 50 പൈസ കവർ കൂട്ടി കെട്ടിയുണ്ടാക്കിയ. നമ്മൾ ഓഫ് റോഡിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇനി അങ്ങോട്ടാണ്. ഞാൻ ഓൾറെഡി വാളിന്റെ വക്കിലെത്തിച്ചത്. ബാക്കിലൊരു ടീമുണ്ട്. അവരത് പറ്റുമെങ്കിൽ പിടിക്കും. മൊബൈലാണെങ്കിൽ ഒരു റേഞ്ച് ഒന്നും ഒരു സാധനമില്ല. പുതിയൊരു അറിവ് കിട്ടിയാട്ടാ. നമ്മള് വൈഫൈ ഉണ്ടെങ്കിൽ കാര്യമില്ല. മൊബൈലില് മറ്റേ ടവർ ഡിക്റ്റേറ്റ് ചെയ്തില്ലെങ്കിൽ ഗൂഗിൾ പേയിൽ പൈസ അയക്കാൻ പറ്റൂല. അപ്പൊ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വരണ വരെ പൈസയൊക്കെ ഒന്ന് കയ്യിലൊക്കെ ആക്കി വെച്ചാൽ അത്രയും നല്ലത്. 8-10 എന്ന് പറഞ്ഞോണ്ട് പോണളിയാ. ശിവനെ നീ വാ തുറന്ന് നിന്നെ ഇടിച്ചിരുന്നു. ക്യാമറ കുലുങ്ങുന്നതിന് ദയവേത് ക്ഷമിക്കുക. വല്ലാത്തൊരവസ്ഥയിലാണ്. വിളിക്കല്ലേ വാ തുറന്ന് ഇടി ഇടി. അങ്ങോട്ട് നോക്കിയാണ് എന്റെ പള്ളി. മറ്റേ പണ്ടത്തെ കുലുക്കി സർബത്ത് അടിക്കും പോലെ മൂടും മണ്ടയും ഇടിച്ചിടിച്ചാണ് പോണത്. ഇത് ക്യാമറയിൽ എത്ര നന്നായിട്ട് വരുമോ എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് ചിരിയാ? നിനക്ക് ചിരി? എന്റെ നട്ടക്കവിടെ ഉണ്ടോ? എനിക്ക് ഒരിടത്ത് നോക്കാൻ പറ്റാം. താൻ കരയാതിരിക്കാൻ വേണ്ടി വായിൽ അത്ര മുട്ടായി കുതിക്കറ്റി വെച്ചിക്കണേ. ചുമ്മാ കിടന്ന് ഉറങ്ങേണ്ടി എന്നിടത്ത് പൈസയും കൊടുത്ത് ഈ ചക്കട വണ്ടിയിൽ കയറി കുണ്ടും കുഴിയുള്ള റോഡ് തെരഞ്ഞു പിടിച്ച് പോയി ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ ആനന്ദം. എന്തൊരു പറയാൻ. ഇടി വാങ്ങിച്ച് പിടിക്കണമെന്ന് നീ കേട്ടിട്ടുണ്ട്. ഞാൻ ശിവനെ വിളിച്ചപ്പോ നിനക്ക് പുച്ഛമായിരുന്നല്ലേടി? നീ മറ്റേ വൈഷ്ണവത്തിന്റെ ആളാണല്ലേ? മൊബൈൽ റേഞ്ച് ഒന്ന് കൊല്ലൂർ ഇവിടെ ഒന്നും ഐഡിയക്ക് റേഞ്ച് ഇല്ല. ജിയോ പോണമെന്നില്ല.
കാലം ഈ കമ്പിക്കത്ത വീഴുന്നത് മുട്ടിൽ കംപ്ലീറ്റ് ചെയ്തോ? ഇവിടെ പോയിട്ടല്ലേ നീ അങ്ങ് ഓർത്ത് നോക്കിയത്? ഇവിടെ പോയിട്ടല്ലേ നീ മറ്റേ അതിന് വേറെ എന്തെങ്കിലും ഉടുപ്പിയിൽ പോകണമെന്ന് പറഞ്ഞ് കൃഷ്ണനൊക്കെയാണ് നിൽക്കുന്ന കാര്യം ആലോചിച്ചോ. അയ്യോ, ജോസഫിൽ ജോജുവിനെ കൊന്ന സ്ഥലം. പക്ഷെ ഇത് ഒരു കേസ് പോയിട്ട് സേഫ് അല്ല കേട്ടത്. ഇവിടെ എന്തെങ്കിലും ആയതിനു ശേഷം ഇനി നോർസിറ്റാക്കും. ഇത്ര ആൾക്കാർ പോണ സ്ഥലമല്ലേ, നമ്മളിവിടെ സെക്യൂരിറ്റി ഇങ്ങനെ നോക്കിക്കോളെ. ആ ടാക്സ് വാങ്ങിച്ചെന്തിനാണ്? ആ മറ്റേ ടോൾ വാങ്ങിച്ചെന്തിനാണ്? ഫോർ വാട്ട് പർപ്പസ്? അവസാനം എത്തി. എല്ലാവരും പെൻകിനെ പോലെ കോട്ട് ഇട്ടുകൊണ്ട് വരെയാണ്, ഞാൻ മാത്രമാണ് ഇങ്ങനെ പച്ച മനുഷ്യനായിട്ട് വരെയാണ്. നീ എൻ്റെ ബാച്ച് അവിടെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോകുമ്പോൾ മുട്ട കാറ്റാണ് കേട്ടോ. 5:30 മുമ്പേ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങണമെന്നാണ് പറയണത്. എത്ര ദൂരമുണ്ട് എന്നൊന്നും അറിഞ്ഞൂടാ. ഭദ്രകാളി അമ്മ കോടയാണ്. ഇപ്പോൾ റോഡ് ടാറയില്ലെങ്കിൽ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കറണ്ടൊക്കെ അവിടെ നിർത്തണമെന്ന് തോന്നി. അടിപൊളി. അല്ല, എനിക്ക് വൊമിറ്റിങ്ങിന്റെ പ്രശ്നം ഉണ്ടല്ലോ. ഓടിയോ ദുർഘടമായ പാതകളാണ്. വഴി നേരെ ഇരിക്കുന്നൊന്ന് കണ്ടുകൊണ്ടായിരിക്കും കുറെ പാറ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത്തിരി കഷ്ടപ്പെട്ട് പോയാൽ മതി എന്നായിരിക്കും. ശങ്കരാചാര്യർ നടന്നേറിയ സ്ഥലമല്ലേ അമാര്, അങ്ങനെ എളുപ്പത്തിൽ കയറണ്ടെന്നുള്ളതായിരിക്കും. ഇത് നേരെയുള്ള പാതയായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇത് ഭയങ്കര കയറ്റമാണ്. ഞാൻ ഇറക്കം കാണിച്ചു. ഇത് പറഞ്ഞല്ലേ കുഴപ്പമില്ല. ഇവരൊക്കെ ഭയങ്കര ഒട്ടും സ്റ്റാമിനയില്ല ഇവരൊക്കെ. ഞാൻ ഇവിടെ എനിക്ക് ഈ തല മണ്ടയിൽ ഇടിക്കുമ്പോഴും നടു ഇടിക്കുമ്പോഴാണ് ഞാൻ ഈ ജീപ്പിനകത്ത് കിടന്ന് കയ്യോ പത്തോ വിളിച്ചു. അപ്പൊ എന്നെ കിളത്തി എല്ലാം നമുക്ക് പട്ടി അണയ്ക്കുമ്പോൾ ഇത് അണയ്ക്കണം. ബാ തനിക്കിതിൽ എങ്ങനെ സഹായിക്കണം? ഈ ബാഗ് ഒന്ന് പിടി. നീ എങ്ങോട്ട് പോകും? അങ്ങോട്ട് മുട്ടക്കൊന്നും മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങോട്ട് തന്നെ. തനിക്ക് ഇത് ഭയങ്കര കോമഡി പീസായിട്ടാണ് ഇരിക്കുന്നത്. ഊരിക്കളാങ്ങിട്ട് എന്റെ മുഖത്ത് പറ്റിയേ കരയണതാ. ഈ മഞ്ഞത്ത് വേർക്കണം. നീ ഒരുമാതിരി വയസ്സായവരെ അപമാനിക്കുന്നു. അവിടെ നിൽക്കവിടെ ഇല്ലടി, ഓടാതെ കുഴി 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 കുഴി. രസക്കണ കുറെ കല്ലും മണ്ണുണ്ട്, വാരി തിന്നോ. കുറച്ച് വെള്ളം കൂടി വരും മഴ പെയ്യുമ്പോ. എന്തൊരു നേരത്തെ നീ പറഞ്ഞ് എനിക്ക് ശബ്ദിക്കാൻ വന്നപ്പോ തിരുവനന്തപുരം ഫ്ലാറ്റ് ആയിരുന്ന നീ എന്തിനു പറഞ്ഞ്? അടിപൊളിയായിട്ട് കുത്തിറക്കാം. നമ്മൾ അടുത്ത ലൊക്കാലിറ്റിയിലേക്ക് കടക്കുകയാണ്. എന്തിനു വഴി വെച്ചിരിക്കണം. അവസാനം നമ്മൾ എത്തി ഗൈസ്. ഇതിന്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മഴയും പെയ്ത് അവസാനം ഞാനും മറ്റേ മഞ്ഞക്കോട്ട് ഞാനും ഇടേണ്ടി വന്നു ഗൈസ്. നമ്മൾ ഒരുപാട് ലേറ്റായിപ്പോയി. അതായത് സംഭവം ഇത് അങ്ങോട്ട് ഇനി മിസ്റ്റ് ആയിരിക്കും, ഒന്നും കാണാൻ പറ്റൂല. നമ്മൾ വന്നപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി. പിന്നെ ഇവരൊക്കെ ഇറങ്ങി കഴിഞ്ഞാണ് കയറുന്നത്. അതാ വിഷയം. ഓക്കെ, അണ്ടർടേക്കർ പോണോളാം പോണോ നോക്ക്. ഇതാണ് കുടജാത്രി. കുടജാത്രിയില് ശങ്കരാചാര്യർ നിർമ്മിച്ച ക്ഷേത്രമാണിത്. ഇതല്ല, ഇത് മോഡിഫൈ ചെയ്തായിരിക്കും. പണ്ട് ഇതൊന്നുമില്ലല്ലോ. കൊള്ളാം. ഇവിടെ എത്താനാണ് ഇത്രയും മണിക്കൂർ. എൻ്റെ പൊന്നോ, ഇതാണ് കുടജാത്രിയിൽ കുടികൊള്ളുന്ന കോടമഞ്ഞ്. എടാ അണ്ണ അത്തി ഇംഗ്ലീഷിൽ എഴുതിയടാ. എന്താടാ ഇതൊക്കെ ചാടിച്ച് ആപത്തായിരിക്കും. ആപത്താണെന്നാണ് എഴുതി വെക്കുന്നത്. മഞ്ഞ അടിച്ചു കയറും കേട്ടോ. സൂപ്പർ. പക്ഷേ ഇടിച്ചതാണല്ലോ ചക്കചാരി തല കെട്ടിന്റെ തല കൊണ്ടുവന്നു.
എടി അല്ലാന്നത് എടി ശങ്കരാചാര്യ കണ്ടാറുണ്ട് നീ പ്രതിഷ്ഠ ഒന്ന് നോക്കിയാണ്. ശങ്കരാചാര്യ പീഠമാണ് ദോ കാണുന്നത്. ആ കാണുന്ന ആളാണ് ശങ്കരാചാര്യത്. ശങ്കരാചാര്യ ഫോട്ടോ എടുത്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ താഴെ ഇരിക്കുന്ന പൂച്ചയെ പട്ടിയൊക്കെ മറ്റേ ചന്തയെ കൊണ്ട് കളയും പോലെ ഞാനൊന്നൊരു മനുഷ്യ ജീവിയോട് കൊണ്ടെന്ന് പോലും നോക്കാതെ എന്നെ കക്കൂസിനകത്തിട്ട് പൂട്ടി. എന്നിട്ട് താഴെ പോയിട്ട് അയ്യോ ഗോകുവേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. എന്തോടാ പോടാ പോടാ കാള ബാഹുബലിയുടെ മറ്റേ സാധനം കാട്ടുപോത്ത് എന്താ പറയുക. അയാളെ മംഗ്ലീഷിൽ എഴുതി കൊടുക്കണം ഹരിശ്രീ HARI. അതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ അയാളുടെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള സന്തോഷമൊക്കെ കണ്ടെത്താൻ നോക്കണം. നിലവത്ത് അഴിച്ചു വിട്ട കോഴിയെ കണക്ക് നില്ലുണ്ട് അവിടെ. എവിടെ പോണ്? അങ്ങനെ എഴുത്തിലെഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂകാംബയെ വിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് മുരുടേശ്വരത്തോട്ടാണ് ഇനി പോണത്. അതെങ്കിലും ഒരു സ്ഥലം എത്താൻ കാത്തിരിക്കും. ഇറങ്ങുമ്പോൾ മഴ. എന്തൊരു കഷ്ടം നോക്കും. ഏഴ് മധുരൈ മധുരൈ ആറൻ ചട്ടി വലുതാണ്ട. ഇത് ശരിക്കും ആദ്യം നമ്മൾ ബൈന്ദൂർ വന്നിട്ട് നേരെ മുരുടേശ്വരത്ത് പോകാനാണ് സൗകര്യം. അവിടെ നിന്നാണ് കുറച്ചുകൂടി അടുത്ത്. ഇത് അകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പ് കേട്ടോ പെട്ടെന്ന്. ചില അമ്പലങ്ങളിൽ ഇതുപോലെ അകത്ത് ഈ നട്ടുച്ചാണെങ്കിൽ പോലും നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് അത് പഴയ നമ്മളെ ആൾക്കാരുടെ ക്രാഫ്റ്റാണ് അത്. ഇത് നോക്കിയപ്പോൾ സൈഡിൽ രാസിട്ട് ചെയ്യും. അടിപൊളി കേട്ടോ. അകത്ത് കയറിയപ്പോൾ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. നല്ല രസമായിരുന്നു. ഇവിടെയാണ് മറ്റേ അതൊക്കെ എങ്ങനെ വണ്ടി മറ്റേ ഹര 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 ശങ്കര രസികല്ല് ഒരു വേർത്തില്ലേ. ഇതാണ് മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ ഇതാണ്. ഇതിന് 400 വർഷത്തെ പഴക്കമുണ്ട്. പ്രതിമയുടെ അകത്തൊരു ഗുഹയുണ്ട്. അവിടെ മുരുടേശ്വരൻ്റെ ഐതിഹ്യമാണ് പറയണത്. അതൊന്ന് കണ്ടുവെക്കാം. രാവണൻ്റെ അമ്മ കൈകാശി വലിയ ശിവഭക്തിയായിരുന്നു. അവർ ഡെയിലി ശിവലിംഗത്തെ പൂജിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ദേഷ്യം വന്ന ദേവേന്ദ്രൻ ആ ശിവലിംഗത്തിനെടുത്ത് കടലിലങ്ങ് കളഞ്ഞ്. അസുരന്മാർക്ക് ശക്തി കയറിയാൽ നമുക്ക് പണിയാണെന്ന് പുള്ളിക്ക് അറിയാം. ഇതിൽ ദേഷ്യം വന്ന് രാവണൻ ആത്മലിംഗം എന്നൊരു ശക്തി കൂടിയ ശിവലിംഗത്തിന് വേണ്ടിയിട്ട് ശിവനെ തപസ്സനുഷ്ഠിച്ച്. അപ്പോൾ ഇത് കണ്ട് നാരദൻ പാനിക്കായിട്ട് നേരെ പോയി വിഷ്ണു ഭഗവാന്റെ അടുത്ത് പറഞ്ഞു ഇതോടെയാണ് പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ശിവൻ രാവണൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒപ്പം പാർവതി ദേവിയും ഉണ്ടായിരുന്നു. വത്സ, നാം പ്രീതനായിരിക്കുന്നു. നിനക്കെന്ത് വരമാണ് വേണ്ടത്?
അപ്പോഴേക്കും നമ്മുടെ വിഷ്ണു ഭഗവാൻ ഒരു ഇലുമിനാട്ടി കളിച്ചിട്ട് ഒരു മായയിൽ രാവണൻ്റെ മൈൻഡ് മാറ്റി. രാവണനെ പാർവതി ദേവിയിൽ ആകൃഷ്ടനാക്കി. എന്ത് കാര്യത്തിനാണ് താൻ തപസ്സനുഷ്ഠിച്ചതെന്ന് മറന്നുപോയ രാവണൻ പാർവതി ദേവിയെ തനിക്ക് വിവാഹം കഴിക്കണമെന്ന് ശിവനോട് പറയുന്നു. അപ്പോൾ ശിവഭഗവാൻ മനസ്സിലായി ഇത് വിഷ്ണുദേവൻ്റെ മായയിലുള്ള പരിപാടിയാണെന്ന്. ഓ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവിയെ രാവണന് കൊടുത്തു വിട്ടു ശിവൻ. അങ്ങനെ പാർവതി ദേവിയെയും കൊണ്ട് രാവണൻ നടന്നു പോണ വഴിയിൽ നാരദനെ കണ്ടിട്ട് നാരദൻ ചോദിച്ചു, എന്തിനാണ് ഈ ഭദ്രകാളി ദേവിയെയും കൊണ്ട് പോകണമെന്ന്. രാവണൻ തിരിച്ചു നോക്കിയപ്പം പാർവതി ദേവിയുടെ സ്ഥാനത്ത് ഭദ്രകാളി ദേവി. അപ്പോൾ സെഡായ രാവണൻ്റെ അടുത്ത് നാരദൻ പറഞ്ഞു, ശരിക്കുള്ള പാർവതി ദേവി പാതാളത്തിലാണ്. കേട്ടവാതി കേൾക്കാത്തവാതി രാവണൻ പാതാളത്തിൽ പോയിട്ട് മണ്ഡോദരി ദേവിയെ പാർവതി ദേവിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച് കല്യാണം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴേക്കും കൈകാശി ചോദിച്ച് എവിടെ ആത്മലിംഗം എവിടെ ചോദിച്ചപ്പോഴേക്കും അയ്യോ ഞാനത് മറന്നുപോയി, ഒന്നുകൂടെ തപസ്സനുഷ്ഠിച്ചാൽ കുഴപ്പമുണ്ടോ. അപ്പോൾ അവരുടെ വായി നാട്ട് കേട്ടിട്ട് രാവണൻ നേരെ വീണ്ടും കഠിന തപസ്സിന് വേണ്ടിയിട്ട് പോയിരുന്നു. കഠിന തപസ് എന്ന് പറഞ്ഞാൽ കഠിന തപസ്. പക്ഷേ എത്ര നാൾ കഴിഞ്ഞിട്ടും ശിവഭഗവാൻ പ്രസാദിക്കുന്നില്ല. രാവണന് മടുപ്പായി. രാവണൻ കൈ കിട്ടിയ വാളുപയോഗിച്ച് തൻ്റെ തല ഓരോന്നോരോന്നായിട്ട് താഴെ ഇടാൻ തുടങ്ങി. പെട്ടെന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തലയായിട്ട് മുറിച്ച് താഴെ വെച്ച് 9 തലയും മുറിച്ച് 10ാം തല മുറിക്കാൻ സമയത്ത് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഞാൻ നിൻ്റെ തപസ്സിൽ സാറ്റിസ്ഫൈഡ് ആണ്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും രാവണൻ ആത്മലിംഗം വേണമെന്ന് പറയുന്നു. ശിവൻ ആത്മലിംഗം കൊടുക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും ഇത് താഴെ വയ്ക്കരുത്, താഴെ വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നിനക്ക് എടുക്കാൻ പറ്റില്ല എന്നൊരു വാണിയും കൊടുത്തു. നാരദൻ വീണ്ടും വിവരം വിഷ്ണു ഭഗവാൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഇനി എൻ്റെ കയ്യിലല്ല, ഇനി ഗണപതിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗണപതിയുടെ അടുത്ത് പോയി കാര്യം പറയുന്നു. രാവണ ആത്മലിംഗം കൊണ്ട് പോയപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ മായ ഉപയോഗിച്ചുകൊണ്ട് സൂര്യനെ മറച്ച്. ഇപ്പോൾ സന്ധ്യയെന്ന് വിചാരിച്ച് പൂജയ്ക്ക് വേണ്ടിയിട്ട് ആത്മലിംഗം തറ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബാലൻ ഏൽപ്പിച്ചു. ബാലൻ പറഞ്ഞു, എനിക്ക് തിരക്കുണ്ട്, ഞാൻ 3 പ്രാവശ്യം വിളിക്കും, അപ്പം വന്നില്ലെങ്കിൽ ഞാൻ ഇത് വച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ഗണപതി ഭഗവാനായിരുന്നു ആ ബാലനായിട്ട് വന്നിരുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഉറക്കെ വിളിച്ച്. അപ്പോൾ രാവണൻ വിചാരിച്ച് ഇനി 2 വിളി ബാക്കിയുണ്ടല്ലോ, 2ാമത്തെ വിളി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ബാക്കിയുള്ള 2 വിളിയും പതുക്കെയാണ് ഗണപതി ഭഗവാൻ വിളിച്ചത്. എന്നിട്ട് ആത്മലിംഗം പതുക്കെ തറ വെച്ച്. രാവണൻ തറയുന്ന ആത്മലിംഗം ഊരാൻ നോക്കണ പറ്റില്ല. ആത്മലിംഗത്തെ വലിച്ചു പിടിച്ചപ്പോഴേക്കും അതൊരു പശുവിൻ്റെ ചെവി പോലെ വന്നു. ആ സ്ഥലമാണ് പിന്നെ ഗോകർണം എന്നറിയപ്പെട്ടത്. അങ്ങനെ ബലപ്രയോഗത്തിനൊടുവിൽ ആത്മലിംഗം ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് ചെതറിത്തെറിച്ച് പോയി. അതിലൊരു ഭാഗം വന്ന് വീണ സ്ഥലമാണ് മുരുടേശ്വരം. അപ്പോൾ ഇവിടെയുള്ളത് ആത്മലിംഗമാണ് എന്നാണ് സങ്കല്പം. സമയം 2:30 ഇനി നമുക്ക് മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ പിടിക്കണം. 6:15 തിരിച്ചുള്ള ട്രെയിൻ. ഇതാണ് സൗപർണിക നദി. ഇവിടെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. ജൂലൈ 24 അന്നേ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ അളിയൻ സ്പെഷ്യലായിട്ട് ഒരു കേക്കൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോകണമെന്നുള്ളതുകൊണ്ട് രാവിലെ ഇത് കഴിച്ചില്ല. ഇതിനകത്ത് മുട്ട ഉണ്ടല്ലോ, ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴേക്കും മൊത്തത്തിൽ ഓംപ്ലേറ്റ് അടിച്ച പോലെ ആയിപ്പോയി നമ്മളെ കേക്ക്. നമ്മൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ എത്താൻ പോവുകയാണ്. ഇത് പ്രണയ മോഹൻലാലിൻ്റെ വിക്കല്ല. മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത പണി കിട്ടിയിരിക്കുകയാണ്. മലബാർ എക്സ്പ്രസ്സിൽ ഈ പറഞ്ഞ മാംഗ്ലൂരിൽ നിന്നാണ് ട്രെയിൻ കയറിയിരിക്കുന്നത്. ഈ വണ്ടിക്കകത്ത് വെള്ളം പോയിട്ട് ചായ കാപ്പി മടേ എന്ന് വിളിക്കുന്ന അണ്ണന്മാർ പോലും ഇല്ല, ഫുഡും ഇല്ല, ഒന്നുമില്ല. നമ്മൾ 3rd AC ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്തോ കോൺട്രാക്റ്റിൻ്റെ എന്തോ വിഷയം കാരണം മലബാറിൽ ഈ സാധനങ്ങളില്ല. നമ്മൾ കുറച്ച് വെള്ളവും വേറെ ഇത്തിരി സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും പേർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒന്നുമില്ല, പെട്ടിരിക്കുകയാണ്. ഇനി ഇവർ പറയണത് നമ്മൾ ഏതെങ്കിലും സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ എന്തെങ്കിലും കണ്ട വലയിട്ട് പിടിച്ചോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇത്തിരി ഒരു വക്കത്തുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ മാത്രമേ ഉള്ളൂ. 9 മണിയാവും കണ്ണൂർ എത്തുമ്പോൾ. കണ്ണൂരേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. കണ്ണൂർ 3 മിനിറ്റ് ഹോൾട്ടാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഓടിപ്പോയി ഒരു അണ്ണൻ്റെ കൂട്ടേന്ന് 8 പേർക്കുള്ള ഫുഡ് വാങ്ങിച്ച് വൃത്തിയാ തട്ടി. നമ്മൾ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോയത്, എഴുത്തിന് വേണ്ടിയിട്ടാണ്. 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതിൽ കൂടുതൽ ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതിന് എൻ്റെ ഒരു ഐഡിയ പറഞ്ഞുതരാം. വെരാവൽ എക്സ്പ്രസ്സിൽ പോയി കഴിഞ്ഞാൽ സ്ലീപ്പറൊന്നും എടുക്കണ്ട, AC ഏതെങ്കിലും എടുത്താൽ മതി. സ്ലീപ്പറിലൊക്കെ ഭയങ്കര തള്ളലും ബഹളമൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. 7 മണിക്ക് ബൈൻഡൂരിലെത്തും. അവിടെ ഏറ്റവും അടുത്തുള്ളത് മുരുടേശ്വരം. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് നിങ്ങൾ മൂകാംബികയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ജീപ്പ് പിടിച്ച് കുടജാത്രി പോയി പിറ്റേ ദിവസം മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ച് മാംഗ്ലൂർ പോകുന്ന വഴി ഉടുപ്പിയിലും കയറാം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.